വയനാട് കുളപ്പുള്ളിയിലെ CITU തൊഴിൽ തർക്കത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഈ മാസം 22-ന് പാലക്കാട് ജില്ലയിൽ വ്യാപാരികൾ ഹർത്താൽ നടത്തും. CITU സമരത്തെ തുടർന്ന് പൂട്ടിപ്പോയ സിമന്റ് ഗോഡൌണിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. കോടതി എല്ലാ നിയമവ്യവസ്ഥയും പരിപാലിക്കാം, അംഗീകരിക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് ഇത്തരം സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി വിധി നടപ്പാക്കാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു താൽക്കാലിക വിധിയാണ്. ഈ വിധിയുടെ അവസാനം വരെ കാത്തിരിക്കണം. ഞങ്ങൾ ഈ വിധി എന്താണെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ നിയമവ്യവസ്ഥ അംഗീകരിച്ചു പോകുന്നൊരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചു പോകുന്നവരുമായിട്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിൻ, കയറ്റിറക്ക് യന്ത്രത്തെ ചൊല്ലിയുള്ള തർക്കം, പിന്നീട് സ്ഥാപനം പൊട്ടുന്നു, ഒരു ഭാഗത്ത് CITU തൊഴിലാളികളുടെ സമരവും നടക്കുന്നു. ഇപ്പോൾ ഈ 22-ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. എങ്ങനെയാണ് ഈ തൊഴിൽ നിഷേധത്തിനെതിരെയുള്ള ഇവരുടെ പ്രതിഷേധം? അശ്വിൻ. കീർത്തന, ആദ്യഘട്ടത്തിൽ കുളപ്പള്ളിയിലെ വ്യാപാരികൾ പ്രാദേശികമായി പ്രഖ്യാപിച്ച ഒരു പണിമുടക്കാണ്, സമരമാണ്. പിന്നീട് അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റെടുക്കുകയാണ്. ജില്ല ഒന്നടങ്കം വന്ന 22-ാം തീയതി കടകളടച്ച് CITU നിലപാടിനെതിരെ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലയിലും ഒതുങ്ങുന്നില്ല. ഇതേ ദിവസം 22-ാം തീയതി തന്നെ സംസ്ഥാന വ്യാപകമായി എല്ലാ കേന്ദ്രങ്ങളിലും പ്രകടനവും പൊതുയോഗവും നടത്തി കുളപ്പുള്ളിയിലെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തീരുമാനം. എന്തായാലും ഇതൊരു തൊഴിൽ തർക്കം എന്നതിനപ്പുറത്തേക്ക് രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കമായി കൂടി മാറുന്നുണ്ട്. CITUയും ഒപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും. നാളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കെതിരെ CITUവിന്റെ ഒരു പ്രതിഷേധ പ്രകടനം രാവിലെ കുളപ്പള്ളിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ തൊഴിൽ തർക്കം പരിഹരിക്കാൻ ലേബർ ഓഫീസറും നാളെ ചർച്ച വിളിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പരിഹാരമാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. അതിനിടെയാണ് ഈ ഒരു സമരം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്.